വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ നിങ്ങളുടെ എൻവയോൺമെൻറ്റൽ സയൻസ് 3ാം ക്ലാസ്സിലെ എൻവയോൺമെൻറ്റൽ സയൻസ്, അതായത് പരിസ്ഥിതി പഠനത്തിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, ആനുവൽ എക്സാമുമായി റിലേറ്റ് ചെയ്ത ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് കിടന്നാലോ? നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? ഫസ്റ്റ് പിക്ചർ നോക്കൂ, ഒരു ഗ്ലോബിൻ്റെ പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഗ്ലോബൊക്കെ ടീച്ചർ സ്കൂളിൽ കാണിച്ചു തന്നിട്ടുണ്ടാവും അല്ലേ? ലുക്ക് അറ്റ് ദ പിക്ചർ. ദ ഗിവൺ പിക്ചർ ഇൻഡിക്കേറ്റ്സ് എ മോഡൽ ഓഫ് എർത്ത്. ഇത് എന്തിൻ്റെ മോഡലാണ്? എർത്തിൻ്റെ മോഡലാണ് അല്ലേ? ഭൂമിയുടെ മോഡലാണ്. ദാറ്റ് ഈസ് ബ്രിങ് അവർ ഷാലൂസ് ക്ലാസ് ടീച്ചർ ഇൻ ദ ക്ലാസ് റൂം ടു സ്റ്റഡി അബൌട്ട് ദ എർത്ത്. എർത്തിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നതാണ് അല്ലേ? ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുകയാണ്. വാട്ട് വിൽ ബി ദ നെയിം ഓഫ് ദി ഗിവൺ മോഡൽ? ഈ മോഡലിനെ പറയുന്ന പേരെന്താണ്? എന്താണിത്? ഇതെന്താ സാധനം? ഗ്ലോബ്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഇതെന്താണ്? ഗ്ലോബാണ്. എന്താണ് മക്കളെ? ഇത് ഗ്ലോബാണ്. വിച്ച് കളർ ഈസ് സീൻ മോർ ഇൻ ദ മോഡൽ? ഏറ്റവും കൂടുതൽ കളർ ഏത് കളറായിരിക്കും ഈ മോഡൽസിൽ കാണുക? ഇതിൽ നമ്മൾ പറഞ്ഞു എർത്തിൽ ഭൂരിഭാഗവും എന്താണ്? വാട്ടറാണ്. അതുകൊണ്ട് തന്നെ ഇതിന് എന്ത് കളറാണ് കൊടുത്തിരിക്കുന്നത്? ആ ഭാഗത്ത് ബ്ലൂ കളർ. അതുകൊണ്ട് ഈ മോഡലിൽ ഏറ്റവും കൂടുതൽ കാണുന്ന കളർ ഏതാണ്? ബ്ലൂ കളറാണ്. വാട്ട് ഈസ് ദിസ് കളർ ഇൻഡിക്കേറ്റ്? ഈ കളർ എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇപ്പം ഞാൻ പറഞ്ഞു എന്താണ്? വാട്ടർ അല്ലേ? 75%, 75% ഭൂമിയിലെ വെള്ളമാണ്, അല്ലെങ്കിൽ വാട്ടർ ഓർ സീ. രണ്ട് എഴുതിയാലും ശരിയായ ഉത്തരമാണ് കേട്ടോ. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ. ഡിഡ് യു സീ ദ മാപ്പ്? വാട്ട് ദ തിങ്സ് ദാറ്റ് യു നോ അബൌട്ട് കേരളം? ഒരു കേരളത്തിൻ്റെ മാപ്പ് തന്നാണ്. കേരളത്തെക്കുറിച്ച് നിങ്ങൾക്ക്, നമ്മുടെ നാടാണല്ലേ കേരളം. അപ്പോൾ ലുക്ക് അറ്റ് ദ മാപ്പ് കെയർഫുള്ളി ആൻഡ് ഫൈൻഡ് ദ ആൻസേഴ്സ് ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഈ മാപ്പ് നോക്കിയിട്ട് നിങ്ങൾ ഇതിന് ആൻസേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വെൻ ഈസ് കേരള ഫോർമേഷൻ ഡേ? എന്നാണ് കേരള പിറവി അല്ലെങ്കിൽ കേരള ഫോർമേഷൻ ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് എന്നാണ് മക്കളെ? നവംബർ 1 അല്ലേ? നവംബർ 1 നമ്മൾ കേരള പിറവി അല്ലെങ്കിൽ കേരള ഫോർമേഷൻ, കേരളം ഉണ്ടായ ദിവസം എന്നും പറഞ്ഞ് നമ്മൾ ആഘോഷിക്കുന്നത് നവംബർ 1 ആണ്. ഹൗ മെനി ഡിസ്ട്രിക്ട്സ് ആർ ദെയർ ഇൻ കേരളം? കേരളത്തിൽ എത്ര ഡിസ്ട്രിക്റ്റ് ഉണ്ട്? നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾ എണ്ണി നോക്കിയാൽ മതി. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 ഇങ്ങനെ എണ്ണി നോക്കിയാലും മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. എത്രയാണ്? 14. എത്ര ഡിസ്ട്രിക്റ്റ് ഉണ്ട്? എത്ര ജില്ലകളുണ്ട്? 14 ജില്ലകളാണ് കേരളത്തിലുള്ളത്. വിച്ച് ഇസ് യുവർ ഡിസ്ട്രിക്ട്? നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ഏതാണ്? നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ഏതാണ്? ഇപ്പോൾ എന്താണ്, എവിടെ? എറണാകുളം ജീവിക്കുന്നവരാണെങ്കിൽ എറണാകുളം, ഇടുക്കി ആണെങ്കിൽ ഇടുക്കി, പാലക്കാടാണെങ്കിൽ പാലക്കാട്. അവിടെ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൻ്റെ പേര് എഴുതുക. പത്തനംതിട്ട ആണെങ്കിൽ പത്തനംതിട്ട, ആലപ്പുഴ ആണെങ്കിൽ ആലപ്പുഴ, അങ്ങനെ എഴുതുക. ഏതാണോ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ്, നിങ്ങളുടെ ജില്ല ഏതാണെന്നാണ് അവിടെ എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ. ലിസ്റ്റ് ദ നെയ്ബറിംഗ് സ്റ്റേറ്റ് ഓഫ് കേരളം? കേരളത്തിൻ്റെ തൊട്ടടുത്ത് ഉള്ള സംസ്ഥാനം ഏതാണ്? കേരളത്തിന് തൊട്ടടുത്ത് കാണുന്ന സ്റ്റേറ്റ് ഏതാണ് കേരളത്തിൻ്റെ തൊട്ടടുത്ത്? കേരളത്തിൻ്റെ അയൽപക്കം എന്ന് നമ്മൾ പറയുന്നത് ഏതാണ്? തമിഴ്നാടാണ് അല്ലേ? തമിഴ്നാടാണ്. തമിഴ്നാട് മാത്രമല്ല ചോദിച്ചതാണ്, തൊട്ടടുത്തുള്ള സ്റ്റേറ്റുകൾ രണ്ടെണ്ണെങ്കിലും നെയ്ബറിംഗ് സ്റ്റേറ്റ്സ് എന്നാണ് ചോദിച്ചത്. എസ് എന്ന് ചോദിച്ചത്, സ്റ്റേറ്റ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തമിഴ്നാടും കർണാടകയും തൊട്ടടുത്ത് കിടക്കുന്നത് ഏതൊക്കെയാണ്? തമിഴ്നാടും കർണാടകയും. സി ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. സർക്കിൾ ദ കറക്റ്റ് വൺ റിഗാർഡിങ് ദ സിമ്പിൾ ഓഫ് അവർ കൺട്രി. നമ്മുടെ രാജ്യത്തിൻ്റെ കുറച്ച് സിമ്പിൾസാണ് തന്നിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. അപ്പം നിങ്ങളത് നന്നായി പഠിച്ചു വച്ചിരിക്കുക. നോക്കാം നമുക്ക്. നമ്മുടെ നാഷണൽ ഫ്ലവർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട്. നാഷണൽ ഫ്ലവർ, നമ്മുടെ ദേശീയ പുഷ്പം, പൂവ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കണിക്കൊന്ന പറഞ്ഞിട്ടുണ്ട്, ലോട്ടസ് പറഞ്ഞിട്ടുണ്ട്, റോസ് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരിയായ ആൻസർ? ലോട്ടസ് അല്ലേ? നാഷണൽ ഫ്ലവർ എന്ന് പറയുന്നത് ഏതാണ് മക്കളെ? ലോട്ടസ്. മക്കൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പറയുന്നതിൻ്റെ ഒപ്പം തന്നെ പഠിച്ചിട്ട് പോകും കേട്ടോ. നാഷണൽ ഫ്ലവർ ഏതാണ്? ലോട്ടസ്. നാഷണൽ ആനിമൽ ഏതാണ്? ടൈഗർ, എലിഫൻറ്റ്, ലയൺ. 3 തന്നിട്ടുണ്ട്. ഏതാണ് നാഷണൽ ആനിമൽ? ടൈഗർ. 3ാമത്തെ ക്വസ്റ്റ്യൻ. നാഷണൽ ബേർഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹോൺബിൽ. മലമുഴക്കി വേഴാമ്പൽ എന്നാണ്, വേഴാമ്പലിനെയാണ് ഹോൺബിൽ എന്ന് പറയുന്നത്. പാരറ്റ്, പീക്കോക്ക്. അപ്പോൾ ഏതാണ് നാഷണൽ ബേർഡ്? പീക്കോക്ക്.
അപ്പോൾ ഇത് നന്നായി പഠിച്ചിട്ട് പോവുക. നാഷണൽ ഫ്ലവർ ഏതാണ്? ലോട്ടസ്. നാഷണൽ ആനിമൽ ഏതാണ്? ടൈഗർ. നാഷണൽ ബേർഡ് ഏതാണ്? പീക്കോക്ക്. നാഷണൽ ട്രീ ഏതാണ്? ബനിയൻ ട്രീ. അതൊക്കെ പഠിച്ചിട്ട് പോകണം കേട്ടോ മക്കൾ. ഇനി ആക്ടിവിറ്റി 2 നോക്കാം. നോക്കൂ, റീഡ് കെയർഫുള്ളി ദ ഗിവൺ ഡയലോഗ്സ് ഓഫ് യുവർ ഫ്രണ്ട്. വിച്ച് കൈൻഡ് ഓഫ് fabrics or clothes do you suggest to each of them based on their discussion? Find and write. ഇവിടെ എന്താണ്, കുറച്ച് ഡയലോഗ്സ് നിങ്ങളുടെ ഫ്രണ്ട് പറഞ്ഞിരിക്കുന്നതാണ് അല്ലേ. നിങ്ങളുടെ ഫ്രണ്ട്സ് പറഞ്ഞിരിക്കുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. എന്നിട്ട് നിങ്ങൾ വിച്ച് കൈൻഡ് ഓഫ് ഫാബ്രിക്സ് ഓർ ക്ലോത്ത്, നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ക്ലോത്ത് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് തുണിയായിരിക്കും അവർക്ക് സജസ്റ്റ് ചെയ്യുക. അവർ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് ഏത് ടൈപ്പ് ഓഫ് തുണിയായിരിക്കും നിങ്ങൾ അവർക്ക് സജസ്റ്റ് ചെയ്യുക എന്നാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, വി ആർ ഗോയിങ് ടു ഊട്ടി. നമ്മളെങ്ങോട്ട് പോവുകയാണ്? ഊട്ടിക്ക് പോവുകയാണ്. ഓ, ഇറ്റ്സ് റിയലി കോൾഡ്. അവിടെ നല്ല തണുപ്പാണ്. കോൾഡ്. അപ്പം തണുപ്പത്ത് നമ്മൾ ഇടുന്ന ഡ്രസ്സ് ഏതായിരിക്കണം? വൂൾ ടൈപ്പ്, നല്ല ഇല്ലേ, ഇങ്ങനെ തുകൽ പോലെയുള്ള അല്ലേ, വൂൾ ടൈപ്പ് ഡ്രസ്സുകളാണ് ഇടേണ്ടത്. അപ്പം നിങ്ങൾ സജസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? വൂൾ. ഇനി റെയിനി സീസൺ ഈസ് കമ്മിങ്, സോ ഐ നീഡ് ക്ലോത്ത്സ് വിച്ച് വിൽ ഡ്രൈ വെരി ഫാസ്റ്റ്ലി. മഴ സീസണാണ് വരുന്നത് അല്ലേ, അതുകൊണ്ട് എനിക്ക് എന്ത് സീസണുള്ള ഡ്രസ്സാണ് വേണ്ടത്? പെട്ടെന്ന് ഉണങ്ങുന്ന ഡ്രസ്സുകൾ വേണം. പെട്ടെന്ന് വെരി ഫാസ്റ്റ്ലി ആയിട്ട് ഉണങ്ങുന്ന ഡ്രസ്സിനെ പറയുന്നത് നമ്മളെന്താണ്? പോളിസ്റ്റർ. എന്താ മക്കളെ പറയുക? പോളിസ്റ്റർ. അപ്പോൾ ഊട്ടി നല്ല തണുപ്പുള്ള പ്രദേശങ്ങളിൽ നമ്മൾ ഏത് ടൈപ്പ് വേണ്ടേ? വൂൾ ടൈപ്പ്. ഇനി മഴയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഡ്രൈ ആവണം അല്ലേ, ഡ്രൈ വെരി ഫാസ്റ്റ്ലി, പെട്ടെന്ന് ഉണങ്ങി കിട്ടണം. മഴക്കാലത്ത് നമ്മൾ ഇതുപോലെയുള്ളത് വൂള് പോലെയുള്ളത് ഇട്ട് കഴിഞ്ഞാൽ അത് ഉണങ്ങുമോ? ഇല്ല, അത് ഉണങ്ങാൻ കുറേ ദിവസം പിടിക്കും. അപ്പോൾ നമ്മുടെ ഡ്രസ്സുകൾ ഇങ്ങനെ നനഞ്ഞിങ്ങനെ കിടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങുന്നത് ഏത് ടൈപ്പാണ്? പോളിസ്റ്റർ. അപ്പോൾ വെരി ഫാസ്റ്റായിട്ട് ഉണങ്ങുന്ന ഡ്രസ്സുകൾ വേണം ഇടാൻ, പോളിസ്റ്ററാണ്. ഇനി അടുത്ത ആൾ എന്താ പറയുന്നത്? ഓ, ഹൗ ഹോട്ട് ഇറ്റ് ഈസ്, വി മസ്റ്റ് ഹാവ് ക്ലോത്ത്സ് വിച്ച് ആർ സ്യൂട്ടബിൾ ടു ഹോട്ട് ക്ലൈമറ്റ്. ഇവന് വേണ്ടത് എന്താണ്? ഹോട്ട് ക്ലൈമറ്റിൽ നല്ല ചൂടുള്ള സമയത്ത് ഇടാൻ പറ്റുന്ന ഡ്രസ്സുകളാണ് വേണ്ടത്. അതായത് നല്ല എയർ അകത്തേക്ക് കടക്കുന്ന രീതിയിലുള്ള ഡ്രസ്സുകളാണ് വേണ്ടത്. അപ്പോൾ അവന് വേണ്ടത് ഏത് ടൈപ്പാണ്? കോട്ടൺ. ഏത് ടൈപ്പാണ്? കോട്ടൺ. ചൂടടിക്കാത്ത ടൈപ്പ് ഡ്രസ്സാണ് വേണ്ടത്, കോട്ടൺ. അപ്പോൾ 3 ടൈപ്പ് ഓഫ് ഫാബ്രിക്സ് ഓർ ക്ലോത്ത്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഏതാണ്? വൂള്, പോളിസ്റ്റർ, കോട്ടൺ. ഇനി ഇതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കൂ. ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ്. കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് താഴെ തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം നിങ്ങളോട് എടുത്ത് എഴുതാനാണ് പറയുന്നത്. റബ് യുവർ ഐസ് വെൻ ഡസ്റ്റ് ഫോൾ ഓൺ ഇൻ ടു ദം. നിങ്ങളുടെ കണ്ണിൽ എന്തെങ്കിലും പൊടി വീണാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? റബ്ബ് ചെയ്യണം. റബ്ബ് യുവർ ഐസ് എന്നാണ് പറയുന്നത്, റബ്ബ് ചെയ്യണം എന്നാണ് പറയുന്നത്. അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണോ? അല്ല, റബ്ബ് ചെയ്യരുത്. കണ്ണിൽ പൊടി എന്തെങ്കിലും വീണാൽ കൈ വെച്ചിങ്ങനെ ഉരുമരുത്. യൂസ് ടൂത്ത് പേസ്റ്റ് ഓൺ ബേൺസ് ഓർ ബേൺഡ് റീജിയൻ. പൊള്ളിയ സ്ഥലങ്ങളിൽ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞത്. ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാമോ? ഇല്ല. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും പൊള്ളലേറ്റുണ്ടെങ്കിൽ അവിടെ നമ്മൾ കൊണ്ടുപോയി ടൂത്ത് പേസ്റ്റ് ഒരിക്കലും തേക്കരുത്. അപ്പോൾ അത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇവിടെ പറഞ്ഞാണ് തേക്കണം എന്നാണ്, തേക്കരുത്. അടുത്തത് ഡോണ്ട് ഇൻസേർട്ട് ഒബ്ജക്റ്റ് ഇൻ ടു യുവർ ഇയർ. നിങ്ങളുടെ ചെവിക്കുള്ളിൽ നിങ്ങൾ എന്തിടരുത്? ഒബ്ജക്ട്സ് ഒന്നും ഇടരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് യു ഹിറ്റ് യുവർ ഹെഡ് ആൻഡ് ഗെറ്റ് സ്വെല്ലിങ്, റബ് ഇറ്റ് ഫോഴ്സ്ഫുള്ളി. നിങ്ങളുടെ തല എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിച്ചിങ്ങനെ മുഴച്ച് വന്നാൽ നിങ്ങൾ എന്താണ്? നന്നായി നല്ല ഫോഴ്സിൽ അതിങ്ങനെ റബ്ബ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തിരുമണം എന്നാണ്. തിരുമാൻ പറ്റുമോ? അങ്ങനെ തിരുമുക പാടില്ല കേട്ടോ. അപ്പോൾ അതും തെറ്റാണ്. അപ്പോൾ ഏതാണ് ശരിയായ ആൻസർ? ഡോണ്ട് ഇൻസേർട്ട് ഒബ്ജക്ട്സ് ഇൻ ടു ദ ഇയർ. ഒരിക്കലും ചെവിയിൽ എന്ത് ചെയ്യരുത്? ഒരു സാധനവും കൊണ്ടുപോയി ഇടരുത്. സി ക്വസ്റ്റ്യൻ നോക്കൂ. കുട്ടൻ ഡിസൈഡ് ടു മേക്ക് എ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഇൻ ഹിസ് ഹോം. കുട്ടൻ അവൻ്റെ വീട്ടിലൊരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഹേ ഫ്രണ്ട്സ്, ഡിഡ് യു സീ മൈ ഫസ്റ്റ് എയ്ഡ് ബോക്സ്? നിങ്ങൾ എൻ്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് കണ്ടോ? ക്യാൻ യു സജസ്റ്റ് എനി 4 ഐറ്റം ദാറ്റ് മസ്റ്റ് ഹാവ് ഇൻ എ ഫസ്റ്റ് എയ്ഡ് ബോക്സ്? ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉണ്ടാവേണ്ട ഏതെങ്കിലും ഒരു മസ്റ്റായിട്ടുള്ള 4 ഐറ്റത്തിൻ്റെ പേര് എഴുതാനാണ് പറയേണ്ടത്. എന്തൊക്കെ സാധനങ്ങൾ വേണം? എപ്പോഴും ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ എന്ത് വേണം? ഒരു കോട്ടൺ വേണം, ഒരു കോട്ടൺ വേണം. പിന്നെ എന്ത് വേണം? ഒരു ക്ലോത്ത് വേണം. പിന്നെ ബാൻഡേജ് വേണം അല്ലേ? ബാൻഡേജ് വേണം. പിന്നെ എന്ത് വേണം? സിസർ, കത്രിക അല്ലേ? സിസേഴ്സ് വേണം.
ഇങ്ങനെ കുറേ സാധനങ്ങളുടെ പേര് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വുഡൻ സ്കെയില് അല്ലേ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുടെ പേര് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒരു 4 എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, അടുത്ത് തന്നിരിക്കുന്ന എന്താണ്? ആക്ടിവിറ്റി 3. നെയിം ഓഫ് ഡിഫറെൻറ്റ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദെയർ സർവീസസ് ഓഫ് സ്നേഹപുരം വില്ലേജ് ആർ ലിസ്റ്റഡ് ഇൻ ദ നോട്ടീസ് ബോർഡ്. സ്നേഹപുരം വില്ലേജിൽ കുറച്ച് പബ്ലിക് പ്ലേസുകളുടെ ഇതാണ് തന്നിരിക്കുന്നത്. അവരുടെ സർവീസുകൾ എന്തൊക്കെയാണെന്നാണ് നിങ്ങൾ അപ്പോൾ എഴുതേണ്ടത്. പിന്നെ നിങ്ങൾ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് എഴുതിയിട്ടില്ലെങ്കിൽ അതും എഴുതണം. ആദ്യം കാണുന്ന പിക്ചർ തന്നിരിക്കുന്നു. ഇവരെന്ത് സർവീസാണ് ഓഫർ ചെയ്യുന്നത്? റിസീവിങ് ഡെപ്പോസിറ്റ് റിസീവ് ചെയ്യാൻ, പ്രൊവൈഡിങ് ലോണുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ അല്ലേ. അങ്ങനെയുള്ളത് ഏതാണ്? നമുക്ക് ക്യാഷ് എടുക്കാനും അടയ്ക്കാനും പറ്റുന്ന സ്ഥലം ഏതാണ്? ബാങ്ക്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ എഴുതണ്ടേ? ബാങ്ക്. ഇനി പോസ്റ്റ് ഓഫീസിൻ്റെ പ്രത്യേകത എന്താണ്? പോസ്റ്റ് ഓഫീസ് നമുക്ക് ലെറ്റർ എഴുതാനാണ് അല്ലേ. കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്. അടുത്തതോ പിന്നെന്താണ്? അതുപോലെ റിസീവിങ് ഡെപ്പോസിറ്റ്. ഇത് തന്നെ നമുക്ക് പോസ്റ്റ് ഓഫീസിൽ എഴുതാം. അവിടെ റിസീവിങ് ഡെപ്പോസിറ്റ്സ്. അപ്പോൾ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും അതിൻ്റെ സർവീസുകളും നിങ്ങൾ പഠിച്ചു വച്ചിരിക്കുക. അടുത്തത് ഒരെണ്ണം തന്നിട്ടുണ്ട്, നോക്കൂ. ബി ക്വസ്റ്റ്യൻ ആണ് അടുത്ത് തന്നിരിക്കുന്നത്. ബി ക്വസ്റ്റ്യനിൽ ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൺ ബിലോ, കെയർഫുള്ളി റൈറ്റ് ദ ആൻസേഴ്സ് ഫോർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സ് നോക്കിയിട്ട് എന്ത് ചെയ്യണം? ആൻസേഴ്സ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ തന്നെ റൈറ്റ് ദ നെയിം ഓഫ് ദ ഹൗസ് ഫൗണ്ട് ഇൻ ദ സ്നോ ഏരിയാസ്. സ്നോയി ഏരിയാസിൽ കാണുന്ന ഈ വീടിന് പറയുന്ന പേരുണ്ട്. വാട്ട് ആർ ഇറ്റ്സ് സ്പെഷ്യൽ ഫീച്ചർ? ഇതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെ? ഇത് എന്ത് ടൈപ്പ് ഓഫ് വീടാണ്? ഇത് ഇഗ്ലു ആണ് അല്ലേ മക്കളെ? എന്താണിത്? ഇഗ്ലുവിൻ്റെ ഫീച്ചർ എന്താണ്? ഇഗ്ലു എങ്ങനെയാണ് കാണുന്നത്? സ്നോയി ഏരിയാസിലാണ്. അത് ഇന്നത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ, ഫൗണ്ട് ഇൻ സ്നോയി ഏരിയാസ്. അപ്പോൾ നമ്മളതിൻ്റെ ഫീച്ചറായിട്ട് എന്താണ് എഴുതാൻ പറ്റുക? ഹൗസസ്. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എടുത്ത് എഴുതാൻ പറ്റും. എപ്പോഴും നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന് ആൻസറുകൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ച് എഴുതുക കേട്ടോ. ഹൗസസ് ഫൗണ്ട് ഇൻ സ്നോയി ഏരിയാസ് അല്ലേ. പിന്നെ എന്താണ്? ഇഗ്ലു ഹൗസ് എന്തും കൊണ്ടാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്? ഐസ് ബ്ലോക്കും കൊണ്ട്. അപ്പം മെയ്ഡപ്പ് ഓഫ് എന്തും കൊണ്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്? ഐസ് ബ്ലോക്സ്. അതും വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഐസ് ബ്ലോക്സും കൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. ഒരെണ്ണം എഴുതിയാലും മതി. ഇറ്റ് യൂസസ് എന്താണ്? അല്ലെങ്കിൽ എന്തെന്നാണ് എഴുതുന്നത്? ഹൗസസ് ഫൗണ്ട് ഇൻ എവിടെയാണ്? ഹൗസ് ഫൗണ്ട് ഇൻ സ്നോയി ഏരിയാസ്. ഇത് കാണുന്നത് സ്നോയി ഏരിയാസിലാണ്. ഇഗ്ലു ഹൗസ് കാണുന്നത് സ്നോയി ഏരിയാസിലാണ്. അതുപോലെ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തും കൊണ്ടാണ്? ഐസ് ബ്ലോക്സും കൊണ്ടാണ്. അടുത്തത് എന്താണ്? ദെയർ ആർ ഹ്യൂജ് ബിൽഡിംഗ് വിത്ത് മെനി ഫ്ലോർ ഫൗണ്ട് ഇൻ സിറ്റീസ്. ക്യാൻ യു സേ ഇറ്റ് നെയിം? ഇതെന്താണ്? സിറ്റികളിൽ കാണപ്പെടുന്നതാണ്. ഒരുപാട് ബിൽഡിങ്സ് ഇങ്ങനെ ഫ്ലോർ പോലെ കാണുന്നുണ്ടാവും. എന്താണ് ഇതിൻ്റെ പേര്? ഡോണ്ട് ഫോർഗെറ്റ് ടു മെൻഷൻ ഇറ്റ് സ്പെഷ്യൽ ഫീച്ചേഴ്സ്. അതിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എഴുതാൻ മറക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരെന്താ? ഈ പറയുന്ന ബിൽഡിങ്ങിന് നമ്മൾ പറയുന്ന പേരെന്താ? ഫ്ലാറ്റ്. ഇതിൽ തന്നെയുണ്ട് ഇതിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് അല്ലേ. ദർ ആർ ഹ്യൂജ് ബിൽഡിങ്സ്. ഇതെന്താണ്? ഹ്യൂജ് ബിൽഡിങ്സ് ആണ്. പിന്നെ എന്തുണ്ട്? ഇറ്റ് ഹാവ് മെനി ഫ്ലോർ. ഇതിന് ഒരുപാട് ഫ്ലോർസ് ഉണ്ട്. പിന്നെ എന്നാ? ഫ്ലാറ്റ്സ് ഫൗണ്ട് ഇൻ എവിടെയാണ് കാണുന്നത്? സിറ്റീസ്. ഇതെവിടെയാണ് കാണുന്നത്? സിറ്റീസിലാണ് കാണുന്നത്. ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഫീച്ചറുകളായിട്ട് എടുത്തെഴുതാം. അപ്പോൾ ഫ്ലാറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിഡൻഷ്യൽ. വേണമെങ്കിൽ അല്ലാതെ നിങ്ങൾക്ക് അറിയാവുന്നതുണ്ടെങ്കിൽ അതൊക്കെ എഴുതാം കേട്ടോ. ഇനി സി ക്വസ്റ്റ്യൻ നോക്കൂ. സെലക്ട് ദ ഓർഗാനിസം വിച്ച് ഡസ് നോട്ട് ബിൽഡ് ഇറ്റ്സ് നെസ്റ്റ് ആൻഡ് നോട്ട് ലിവ് ഇൻ ഗ്രൂപ്പ്സ്. ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇതിലൊരു ഓർഗാനിസം എന്ത് ചെയ്യുന്നില്ല? അവരുടെ നെസ്റ്റ് ഉണ്ടാക്കുന്നില്ല. ആൻഡ് നോട്ട് ലിവിങ് ഗ്രൂപ്പായിട്ട് ജീവിക്കുന്നും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആരാണ്? ആൻഡ്, വാസ്പ്, ടെർമൈറ്റ്, സ്ക്യൂരൽ. ഇതിലാരാണ് നെസ്റ്റ് ഉണ്ടാക്കാത്ത ആൾ? സെലക്ട് ദ ഓർഗാനിസം വിച്ച് ഡസ് നോട്ട് ബിൽഡ് ഇറ്റ്സ് നെസ്റ്റ് ആൻഡ് നോട്ട് ലിവിങ് ഗ്രൂപ്പ്സ്. ഏതാണ്? സ്ക്യൂരൽ. ഏതാണ് മക്കളെ? സ്ക്യൂരലാണ്. ആക്ടിവിറ്റി 4 നോക്കൂ. ദീപു ഈസ് പ്രിപ്പയറിങ് എ ചാർട്ട് ഫോർ ആൻ എക്സിബിഷൻ റിലേറ്റഡ് ടു റോഡ് സേഫ്റ്റി.
ദീപു എന്ത് ചെയ്യാണ്, ഒരു എക്സിബിഷന് വേണ്ടിയിട്ടുള്ള ഒരു ചാർട്ട് റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടത് ഉണ്ടാക്കുവാണ്. ലുക്ക് അറ്റ് ദ ട്രാഫിക് സിഗ്നൽ ഡ്രോൺ ബൈ ദീപു. അപ്പോൾ ദീപു ഉണ്ടാക്കിയ സിഗ്നൽ ട്രാഫിക് സിഗ്നലാണ് കാണിച്ചിരിക്കുന്നത്. റൈറ്റ് ദ കളേഴ്സ് ഓഫ് ഈച്ച് സിഗ്നൽ ആൻഡ് വാട്ട് ഡസ് ദ ഇൻഡിക്കേറ്റ്. ഡോണ്ട് ഫോർഗെറ്റ് കളർ ദ സിഗ്നൽ ലൈറ്റ്. എന്താ പറഞ്ഞിരിക്കുന്നത്, ഓരോ കളേഴ്സും എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നും പിന്നെ അതിനുള്ള കളേഴ്സ് നിങ്ങളോട് കൊടുക്കാനാണ് പറഞ്ഞത്. കളേഴ്സ്, ആദ്യത്തെ കളർ എന്താണ്, റെഡ് ഇല്ലേ. റെഡ് എന്തിനു വേണ്ടിയിട്ടാണ്, സ്റ്റോപ്പ്, അപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് കളർ എന്താണ്, യെല്ലോ. അടുത്തത് യെല്ലോ, അപ്പോൾ അതെന്തിനാണ്, വെയിറ്റ്, നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് എന്താണ്, ഗ്രീൻ. ഗ്രീൻ എന്തിനു വേണ്ടിയിട്ടാണ്, ഗോ, നമുക്ക് പോകാൻ റെഡിയായി, പോവാം അല്ലേ. അപ്പോൾ റെഡ് കൊടുക്കുമ്പോൾ ഇവിടെ റെഡ് കൊടുക്കുക, യെല്ലോ കൊടുക്കുമ്പോൾ ഇവിടെ യെല്ലോ കൊടുക്കുക, ഗ്രീൻ ഇവിടെ കൊടുക്കുക. ഇതിങ്ങനെ എന്തിൻ്റെയൊക്കെയാണ് ഡിറ്റക്റ്റ് ചെയ്യുന്നതെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സിഗ്നൽ ലൈറ്റിലുള്ള കളേഴ്സ് ഏതൊക്കെയാണ്, റെഡ്, യെല്ലോ, ഗ്രീൻ. റെഡ് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, സ്റ്റോപ്പ് ചെയ്യാൻ. യെല്ലോ വെയിറ്റ് ചെയ്യാൻ. ഗ്രീന് ഗോ, പോകാൻ വേണ്ടിയിട്ട് ഇല്ലേ. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ ന്യൂസ് പേപ്പർ ഡെയിലി വി ഹാവ് സീൻ സെവറൽ ന്യൂസ് റിഗാർഡിംഗ് റോഡ് ആക്സിഡൻറ്റ്. വാട്ട് ആർ ദ റീസൺസ് ഫോർ ദീസ് റോഡ് ആക്സിഡൻറ്റ്. റൈറ്റ് എനി 4 റീസൺ ദാറ്റ് യു ഹാവ് ഫൗണ്ട്. എന്താ മക്കളെ ഇതിൽ പറഞ്ഞിരിക്കുന്ന, നമ്മളിപ്പോൾ ദിവസേന ന്യൂസ് പേപ്പറിലും ടി വിയിലൊക്കെ എപ്പോഴും കാണുന്നതാണല്ലേ റോഡ് ആക്സിഡൻസിനെ കുറിച്ച്. ഒരുപാട് റോഡ് ആക്സിഡൻസ് ഉണ്ട്. അപ്പോൾ ഈ റോഡ് ആക്സിഡൻസിന് കാരണം എന്താണ്, അപ്പോൾ എന്തെങ്കിലും ഒരു 4 കാരണങ്ങൾ എഴുതാനാണ് നിങ്ങളോട് പറയുന്നത്. എന്തൊക്കെയാണ് മക്കളെ, ഓവർ സ്പീഡ് അല്ലേ, നല്ല സ്പീഡിലുള്ള യാത്ര അല്ലേ, ഓവർ സ്പീഡ്. പിന്നെയോ കെയർലെസ് ഡ്രൈവിംഗ്, നമ്മൾ ശ്രദ്ധയില്ലാണ്ട് ഫോണൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുന്നു, വണ്ടി ഓടിക്കുന്നത് അല്ലേ, കെയർലെസ് ഡ്രൈവിംഗ്. പിന്നെ എന്താണ്, ഡിസ്റിഗാർഡിങ് വാർണിംഗ് സൈൻ ബോർഡ്. നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വാർണിംഗ് സൈൻ ബോർഡൊന്നും നോക്കുന്നില്ല അല്ലേ. ഡിസ്റിഗാർഡിങ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. നിർബന്ധമായിട്ട് എല്ലാവരും നന്നായി പഠിക്കണം കേട്ടോ. ഡിസ്റിഗാർഡിങ് വാർണിംഗ് ബോർഡ്സ്, വാർണിംഗ് സൈൻ ബോർഡ്. ഡിസ്റിഗാർഡിംഗ് വാർണിംഗ് സൈൻ ബോർഡ്സ്. പിന്നെയോ നോട്ട് പേയിങ് അറ്റൻഷൻ ടു ട്രാഫിക് സിഗ്നൽ ലൈറ്റ് അല്ലേ, സിഗ്നൽ ലൈറ്റ്. നോട്ട് പേയിങ് attention to traffic signal lights. അപ്പോൾ എന്തൊക്കെയാണ് മക്കളെ നമ്മൾ നോക്കണ്ടേ, ഓവർ സ്പീഡ്, കെയർലെസ് ഡ്രൈവിംഗ്, ഡിസ്റിഗാർഡിംഗ് വാർണിംഗ് സൈൻ ബോർഡ്, നോട്ട് പേയിങ് അറ്റൻഷൻ ടു ട്രാഫിക് സിഗ്നൽസ്. ഇത്രയൊക്കെയാണ് ഉള്ളത്. മിസ് ഈ ക്വസ്റ്റ്യൻ നോക്കൂ. സെലക്ട് ആൻഡ് റൈറ്റ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ്. താഴെ കൊടുത്തേക്കുന്നതിൽ റോങ് ആയിട്ടുള്ള, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചാണ്. തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എടുത്ത് എഴുതുക. അപ്പം നമുക്ക് നോക്ക്, സീബ്ര ലൈൻസ് ആർ ഫോർ പെഡസ്ട്രിയൻസ് ടു ക്രോസ് ദ റോഡ്. സീബ്ര ലൈൻസ് നോക്കിയിട്ട് വേണം നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ. അപ്പോൾ അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. പെഡസ്ട്രിയൻ ഷുഡ് വർക്ക് അലോങ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദി റോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ കൂടെ നടക്കണം. വഴിയാത്രക്കാർ പെഡസ്ട്രിയൻസ് ഷുഡ് വർക്ക് അലോങ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദി റോഡ്. റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ നടക്കണം എന്നാണ് പറയുന്നത്. അത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിന്നെ എന്താ തോന്നുന്നത്, ദർ ആർ മോർ ചാൻസ് ഫോർ ആക്സിഡൻറ്റ് വെൻ യു ആർ നോട്ട് ഒബേയിങ് ട്രാഫിക് റൂൾസ്. എന്താണ്, എന്തുകൊണ്ടാണ് ആക്സിഡൻസിന് ചാൻസ് കൂടുന്നത്, നമ്മൾ ട്രാഫിക് റൂൾസ് പാലിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ അത് ശരിയാണ് അല്ലേ. ഡോണ്ട് പുട്ട് യുവർ ഹാൻഡ്സ് ഓഫ് ഓർ ഹെഡ് ഔട്ട്സൈഡ് ദ വെഹിക്കിൾ വൈ ട്രാവലിംഗ്. യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈയും തലയൊന്നും പുറത്ത് ഇടാതിരിക്കുക. അപ്പോൾ ഇതിൽ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്, ഇതാണ് അല്ലേ. ലെഫ്റ്റ് സൈഡിൽ കൂടെ പെഡസ്ട്രിയൻ ഷുഡ് വർക്ക് അലോങ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദി റോഡ് എന്ന് പറഞ്ഞതാണ് തെറ്റായ കാര്യം. അപ്പോൾ നമ്മളതാണ് എഴുതേണ്ടത്. പെഡസ്ട്രിയൻസ് should work along the left side of the road. ആക്ടിവിറ്റി 5 ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, വി ആർ ഗോയിങ് ടു ബിൽഡ് എ ന്യൂ ഹോം. ഞങ്ങൾ എന്താണ്, ഒരു പുതിയ വീട് പണിയാൻ പോവുകയാണ്. കംപ്ലീറ്റ് ദ ഗിവൺ ടേബിൾ റിലേറ്റഡ് ടു ഹൗസ് കൺസ്ട്രക്ഷൻ. വീടുമായി ബന്ധപ്പെട്ട ഈ ടേബിൾ നിങ്ങളോട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത് എന്താണ്, മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ബിൽഡിംഗ് ദ റൂഫ് ഓഫ് ഹൗസസ്. ഹൗസിൻ്റെ റൂഫ്
എന്തൊക്കെ മെറ്റീരിയൽസ് വേണം വീടിൻ്റെ റൂഫ് ബിൽഡ് ചെയ്യാൻ, അല്ലെങ്കിൽ യൂസ്ഡ് ഫോർ ബിൽഡിംഗ് ദ റൂഫ് ഓഫ് ഹൗസസ്. എന്തൊക്കെ മെറ്റീരിയൽസ് വേണം? കോൺക്രീറ്റ്. എന്തൊക്കെ വേണം? കോൺക്രീറ്റിന് വേണ്ടിയിട്ടുള്ളത് മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ ബിൽഡിംഗ് ദ വോൾ ഓഫ് ഹൗസ്. രണ്ട് ചോദിച്ചിട്ടുണ്ട്. റൂഫ് പണിയാൻ വേണ്ടത് ആയിട്ടുള്ള സാധനങ്ങൾ ചോദിച്ചിട്ടുണ്ട്, വോള് പണിയാനും അല്ലേ, വീടിൻ്റെ മേൽക്കൂര പണിയാൻ വേണ്ട ബിൽഡിംഗ് മെറ്റീരിയൽസും, പിന്നെ ഹൗസിൻ്റെ വോള് പണിയാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ റൂഫ് പണിയാൻ എന്തൊക്കെ വേണം? കോൺക്രീറ്റ് വേണം, റൂഫ് ടൈൽ വേണം, പിന്നെ എന്തൊക്കെ വേണം? ഷീറ്റ് വേണം. ഇനി വോള് ബിൽഡ് ചെയ്യാൻ എന്തൊക്കെ വേണം? സ്റ്റോൺ വേണം, ബ്രിക്സ് ഇഷ്ടികയും കല്ലൊക്കെ വേണം, പിന്നെ എന്താണ്? സിമൻറ്റ് വേണം, പിന്നെ വുഡ് മരം വേണം. ഇതൊക്കെയാണ് വോളിന് വേണ്ടിയിട്ട് വേണ്ടത്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ. മാച്ച് ദ ഫോളോയിങ് ജോബ്സ് ആൻഡ് ദെയർ കറസ്പോണ്ടിങ് ടൂൾസ് ഇൻ ദ കറക്റ്റ് ഓർഡർ. അപ്പോൾ എന്താണ് ഇവരുടെ ജോബ്സ് അല്ലേ, കറക്റ്റ് ഓർഡറിൽ വേണം ചെയ്യാൻ. ആദ്യം കാണുന്നത് ആരാണ്? കാർപ്പൻ്ററിക്ക് വേണ്ടത് എന്താണ്? ചീസൽ അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങോട്ടേക്ക് ഇത് ചെയ്യണം? അത് പെയിൻറ്റിങ് ആണ്. ആദ്യം കാണുന്നത് കാർപ്പൻ്ററിയാണ്. അപ്പോൾ കാർപ്പൻ്ററിക്ക് എന്താ വേണ്ടത്? അത് അയാളുടെ ആ ടൂളിന് നേരേക്ക് ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? പിക്ചറാണ്, ചീസലാണ് അല്ലേ വേണ്ടത്. നമുക്ക് എന്താ വേണ്ടത്? ചീസൽ. രണ്ടാമത്തെ പെയിൻറ്റിങ്ങിന് എന്താ വേണ്ടത്? ബ്രഷ്. അടുത്ത ഫിഷിങ്ങിന് എന്താ വേണ്ടത്? ഫിഷിങ്ങിന് നമുക്ക് എന്താ വേണ്ടത്? നെറ്റ്. ഫിഷിങ്ങിന് വേണ്ടത് നെറ്റാണ് വേണ്ടത്. ഇനി അടുത്ത ലാസ്റ്റ് എന്താണ്? ലാസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? ഫാമിങ്, കൃഷി ചെയ്യണം. കൃഷിക്ക് എന്താ വേണ്ടേ? നമ്മുടെ കൈക്കോട്ട് അല്ലേ, തൂമ്പ എന്നൊക്കെ പറയും. ഇത്രയൊക്കെയാണ് ഇതിന് വേണ്ട ടൂൾസ്. അപ്പോൾ കാർപ്പൻ്ററിക്ക് എന്താണ്? ചീസൽ. പെയിൻറ്റിങ്ങിന് എന്താണ്? ബ്രഷ്. ഫിഷിങ്ങിന് നെറ്റ്. ഫാമിങ്ങിന് ഇത്രയാണ് നമ്മൾ മാച്ച് ചെയ്യേണ്ടത്. അടുത്ത വിച്ച് ഇസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് കൺസ്ട്രക്റ്റിംഗ് എ ഹൗസ് ഫ്രം ദ ഫോളോയിങ്. ഇതിൽ ഏതാണ് ഒരു വീട് പണിയുമ്പോൾ കറക്റ്റ് ഓർഡർ എങ്ങനെയാണ് വേണ്ടത്? ആദ്യം ഏതാണ് പണിയേണ്ടത്? കറക്റ്റ് ഓർഡർ എഴുതാനാണ് പറഞ്ഞത്. റൂഫാണോ ആദ്യം പണിയേണ്ടത്? റൂഫ്, വോള്, ഫൗണ്ടേഷൻ അതാണോ വേണ്ടത്? അല്ല. വോള്, ഫൗണ്ടേഷൻ, റൂഫ് അതാണോ വേണ്ടത്? ആദ്യം ഭിത്തിയാണോ പണിയേണ്ടത്? അല്ല. പിന്നെ ഫൗണ്ടേഷൻ, റൂഫ്, വോള്, ഫൗണ്ടേഷൻ, അത് കഴിഞ്ഞിട്ട് റൂഫ്, അത് കഴിഞ്ഞിട്ട് വോള്, അങ്ങനെയാണോ വേണ്ടത്? അല്ല. ആദ്യം ഏതാണ് വേണ്ടത്? ബി ആണ് ശരി. ഫൗണ്ടേഷൻ വേണം, അത് കഴിഞ്ഞ് ഭിത്തി പണിയണം, അത് കഴിഞ്ഞിട്ട് നമ്മൾ റൂഫ് പണിയണം. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഒരു ബിൽഡിങ് പണിയണതിൻ്റെ കറക്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഫൗണ്ടേഷൻ, വോള്, റൂഫ്. മക്കളെ ഇങ്ങോട്ട് നോക്കൂ. ആക്ടിവിറ്റി 6. ആക്ടിവിറ്റി 6 ടീച്ചർ സജസ്റ്റ് ടു മിഴി ആൻഡ് ഹെർ ഫ്രണ്ട്സ് ടു ഇൻക്ലൂഡ് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ഫുഡ് ഐറ്റംസ് ഇൻ ദെയർ ഡയറ്റ് ടു മിനിമൈസ് nutritional deficiency. Categorize the food items given in the box below under the proper heading and the following table. താഴെ മിഴിക്കും അവളുടെ ഫ്രണ്ട്സിനും കഴിക്കാനുള്ള ഫുഡ് ഐറ്റംസിൻ്റെ ഒരു ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ട് അവർക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഫുഡ് ഐറ്റംസിൻ്റെ കാറ്റഗറീസ് കൊടുത്തേക്കുക. അപ്പോൾ ഏതൊക്കെ കാറ്റഗറിയിലാണ്, ഏതൊക്കെ ഐറ്റംസ് ആണെന്നുള്ളത് നിങ്ങളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് നോക്കൂ. എന്തൊക്കെയാണ് മക്കളെ തന്നിരിക്കുന്നത്? ഗ്രീൻ ഗ്രാം, ആപ്പിൾ, ഓറഞ്ച്, പംകിൻ, സ്പിനാച്ച്, കൊളക്കേഷ്യ, ചിക്പി, അതായത് ബംഗാൾ ഗ്രാം, തപ്പിയോക്ക, മുരിങ്ങ ലീവ്സ്, ബ്രിഞ്ചാൾ. ഇത്രയാണ് തന്നേക്കണേ. ഇതിൽ നമുക്ക് എത്രയായിട്ട് കാറ്റഗറി ചെയ്യാം? ആദ്യം നമുക്ക് ട്യൂബേഴ്സ് കിഴങ്ങ് വർഗ്ഗങ്ങൾ, ട്യൂബേഴ്സിൽ വരുന്നത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? തപ്പിയോക്ക. അപ്പോൾ അത് നമുക്ക് അത് എഴുതാം. തപ്പിയോക്ക. അടുത്തത് എന്താണ്? കൊളക്കേഷ്യ. ഓക്കെ. രണ്ടാമത് വരുന്നത് ഏതാണ്? ചിക്പി, അതായത് ബംഗാൾ ഗ്രാം. പിന്നെ ഏതാണ്? ഗ്രീൻ ഗ്രാം ഉണ്ട് കേട്ടോ. ഇത് രണ്ടും വരുന്നത് ഏതിലായിരിക്കും? പൾസസിലായിരിക്കും അല്ലേ? പൾസസിൽ. അടുത്തത് എന്തായിരിക്കണം?
നമുക്ക് മുരിങ്ങ ലീവ്സും സ്പിനാച്ചൊക്കെ ഉണ്ട്. അതപ്പോൾ എന്താണ്, ലീഫി വെജിറ്റബിളാണ്, ഇല വർഗ്ഗങ്ങളാണ് അല്ലേ, ലീഫി വെജിറ്റബിൾസ്. ലീഫി വെജിറ്റബിൾസിൽ എന്തൊക്കെ വരും, സ്പിനാച്ച്, മുരിങ്ങ ലീവ്സ്. പിന്നെയോ വെജിറ്റബിൾസിൽ എന്തൊക്കെ വരാം, വെജിറ്റബിൾസാണ് അടുത്ത് കൊടുത്തേക്കണേ, അതിലെന്തൊക്കെ വരാം, പംകിൻ, പിന്നെന്താണ്, ബ്രിഞ്ചാൾ. ലാസ്റ്റ് എന്താ, നമുക്ക് ഫ്രൂട്ട്സ് കൊടുക്കാം അല്ലേ. ഇനി ഫ്രൂട്ട്സാണ് നമുക്ക് അടയാളപ്പെടുത്താനുള്ളത്, ആപ്പിൾ, ഓറഞ്ച്. അപ്പം ഇങ്ങനെ നിങ്ങളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ. ഐ ആം എ സിറയിൽ, ഞാനൊരു സിറയിലാണ്. കൊരങ്കത്തി ഈസ് എ ഡിഷ് പ്രിപ്പയർഡ് ബൈ ദ ട്രൈബൽ പീപ്പിൾ ഇൻ ഇടമലക്കുടി ബൈ യൂസിങ് മീ. ഇടമലക്കുടിയിലുള്ള ട്രൈബൽ പീപ്പിൾസ് ഈ കൊരങ്കത്തി എന്ന ഡിഷ് ഉണ്ടാക്കുന്നത് എന്നെ ഉപയോഗിച്ചിട്ടാണ്. അപ്പം ഹൂ ആമൈ, ഞാൻ ആരാണ്, റാഗി. നമുക്ക് ടെക്സ്റ്റിൽ അങ്ങനെ തന്നെ ഒരു കോളത്തിൽ പഠിക്കാൻ തന്നിട്ടുണ്ട് അല്ലേ, റാഗി. സി ക്വസ്റ്റ്യൻ നോക്കൂ. വൈ ഇറ്റ് ഈസ് സേസ് ദ ഫുഡ് ഷുഡ് ബി ഈറ്റ് വെൽ ചൂഡ്. എന്തുകൊണ്ടാണ് നമ്മൾ നന്നായി ചവച്ചരച്ച് ഭക്ഷണം കഴിക്കണമെന്ന് പറയുന്നത്? ഡിഡ് യു ഹിയർ അപ്പുസ് ഡൗട്ട്? എന്തുകൊണ്ടായിരിക്കും? അപ്പുവിൻ്റെ ഡൗട്ട് കേട്ടോ. അപ്പം എന്താണ്, എന്തുകൊണ്ട് നന്നായി കഴിക്കണമെന്നാണ്? ചവച്ചരച്ച് വേണം, വിഴുങ്ങരുത് ഒരിക്കലും ഫുഡ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഡൈജഷൻ ബിക്കം ഈസി. നമുക്ക് ഡൈജഷനൊക്കെ പെട്ടെന്ന് ഈസി ആവാൻ വേണ്ടിയിട്ടാണ്. ഡൈജഷൻ, ദഹനം പെട്ടെന്ന് ദഹിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഡൈജഷൻ ബിക്കംസ് ഈസി ആയിട്ട് ഡൈജഷൻ നടക്കാനാണ്. പിന്നെയോ ഡിഫറെൻറ്റ് ടേസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചവച്ചരച്ച് കഴിയുമ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഡിഫറെൻറ്റ് ടേസ്റ്റസ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ്. വിഴുങ്ങി കഴിയുമ്പോൾ നമുക്ക് ആ ടേസ്റ്റുകൾ അത്രയും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാതെ വരും. അപ്പോൾ മക്കളെ, ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ മക്കൾ ഈ ഭാഗങ്ങളൊക്കെ നന്നായി ടെക്സ്റ്റ് ബുക്ക് നോക്കി നന്നായി പഠിക്കുക, എക്സാമിന് നന്നായി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മക്കളുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.